നിങ്ങൾക്കെപ്പോഴെങ്കിലും നമ്മുടെ ഭൂമി ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഒരു ലോറി പോകുമ്പോഴുള്ള കുലുക്കം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കാലിനടിയിൽ നിന്ന് ഒരുതരം പ്രകമ്പനം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന അനുഭവമാണത്. കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീടും നാടുമൊക്കെ പണിതുയർത്തിയ ഈ ഭൂമി ഉറച്ചതാണ്, സ്ഥിരമാണ്, ഒരു മാറ്റവുമില്ലാത്ത ഒന്നാണ് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊക്കെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഭൂമി വിറയ്ക്കുമ്പോൾ തകർന്നു വീഴുക. പക്ഷേ വല്ലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്ന ഈ കുലുക്കം ഒരു അത്ഭുത സംഭവം അല്ലെങ്കിലോ? നമ്മുടെ ഭൂമിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇതാണെങ്കിലോ? നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മെല്ലെപ്പോക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കാൽക്കീഴിലെ ഈ മണ്ണ് ഉറച്ചുപോയൊരു സ്റ്റേജ് അല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന, എപ്പോഴും ചലിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീമാകാരമായിട്ടുള്ള കോസ്മിക് ഡാൻസിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മേഘങ്ങൾ എങ്ങനെയാണോ മാറിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ അസ്ഥിരമാണ് നമ്മുടെ വൻകരകളുടെ സ്ഥാനവും. ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയല്ല, ഇതാണ് നമ്മുടെ ഭൂമിയുടെ യാഥാർത്ഥ്യം. നമ്മൾ നിൽക്കുന്ന ഈ ഉറച്ചതെന്ന് തോന്നുന്ന നിലം ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കുന്നില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം. സോ ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ശക്തി എന്താണെന്നറിയാമോ? നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അതിഭീകരമായിട്ടുള്ള ചൂടാണ്. സൂര്യൻ്റെ ഉപരിതലത്തോളം ചൂടുള്ള, ഉരുകി തിളയ്ക്കുന്ന, ഇരുമ്പും നിക്കലും നിറഞ്ഞ ആ ഒരു ഉൾക്കാമ്പ് അഥവാ കോർ, അതുണ്ടായതാകട്ടെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി രൂപപ്പെട്ടപ്പോൾ ഉണ്ടായ പല കൂട്ടിയിടികളുടെയും ഫലത്തിൽ നിന്നാണ്. ഈ ചൂട് കാരണം പുറംതോടിനും ഉൾക്കാമ്പിനും ഇടയിലുള്ള മാൻഡിൽ എന്ന അർദ്ധദ്രാവകാവസ്ഥയിലുള്ള പാറയുടെ പാളിയിൽ ഭീമാകാരമായിട്ടുള്ള കൺവെൻഷൻ കറൻസ് അഥവാ സംവഹന പ്രവാഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ വളരെ സിമ്പിളായൊരു ഉദാഹരണത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കുന്നു എന്ന് കരുതുക. അടിയിലുള്ള വെള്ളം ചൂടായി സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് വരും. മുകളിലെത്തുമ്പോൾ അത് തണുത്ത് സാന്ദ്രത കൂടി താഴേക്ക് പോകും. വീണ്ടും ചൂടായി മുകളിലേക്ക് വരും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളിത് കണ്ടിട്ടില്ലേ? ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തും സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ വെള്ളത്തിന് പകരം ഉരുകിയ പാറയാണ്. സെക്കൻഡുകൾക്ക് പകരം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്ന് മാത്രം. ഈ ശക്തിയാണ് നമ്മുടെ ഭൂമിയുടെ പുറംതോടിനെ പല കഷ്ണങ്ങളായി മുറിച്ച് അവയെ ഒരവസാനമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടി അയക്കുന്നത്. വൻകരകൾക്ക് ചലിക്കാൻ കഴിയുമെന്ന ആശയം ഒരു കാലത്ത് വെറും വിഡ്ഢിത്തമായിട്ടാണ് ശാസ്ത്രലോകം കണ്ടിരുന്നത്. 1912 ആൽഫ്രഡ് വെഗ്നർ എന്നൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് കാണുന്ന വൻകരകളെല്ലാം ഒരു കാലത്ത് പാൻജിയ എന്ന ഒറ്റ സൂപ്പർ കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. വെറുതെ ഒരു തള്ളായിരുന്നില്ല അത്. പുള്ളിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്നതായിട്ട് പറയുകയും അത് നിരത്തുകയും ചെയ്തു. പ്രൂഫ് നമ്പർ 1, വൻകരകളുടെ രൂപം തന്നെ എടുക്കാം. സൗത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരം ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരവുമായിട്ടൊരു ജിക്സോ പസിൽ പോലെ ചേർത്ത് വെക്കാൻ പറ്റുന്നത് കണ്ടിട്ടില്ലേ? നമുക്കത് അറിയാൻ പറ്റും. അതുമാത്രമല്ല, ഇന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ കടലിനാൽ വേർപെട്ട് കിടക്കുന്ന വൻകരകളിൽ നിന്ന് ഒരേ ഇനം പുരാതന സസ്യങ്ങളുടെയും ജീവികളുടെയും ഫോസിലുകൾ പലർക്കും കിട്ടിയിട്ടുണ്ട്. ക്ലോസോപ്റ്റെറിസ് എന്ന പന്നൽ ചെടിയും മീസോസോറസ് എന്ന ചെറിയ ഉരകവുമൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. സോ ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞത് പണ്ട് ഈ വൻകരകളെയൊക്കെ ബന്ധിപ്പിച്ച് കരപ്പാലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് കടലിൽ മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ തടി തപ്പാൻ നോക്കി. അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നോർത്ത് അമേരിക്കയിലെ അപ്പലേച്ചിയൻ പർവ്വതനിരകളും സ്കോട്ട്ലൻഡിലെയും സ്കാൻഡിനേവിയയിലെയും കാലിഡോണിയൻ പർവ്വതനിരകളും ഒരേ കാലഘട്ടത്തിൽ ഒരേ രീതിയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക്. അതായത് ഇന്ന് കൊടും ചൂടുള്ള ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പുരാതന ഹിമാനികളുടെ അടയാളങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആർട്ടിക് പോലെയുള്ള തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും സമൃദ്ധമായിട്ടുള്ള ഉഷ്ണമേഖലാ സസ്യങ്ങളുടെ ഫോസിലുകളും കണ്ടെത്തി. സോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഭൂമിയുടെ കാലാവസ്ഥ അന്ന് തലതിരിഞ്ഞതായിരുന്നു എന്നാണോ? അല്ല, മറിച്ച് ഈ വൻകരകൾ തന്നെ പല കാലാവസ്ഥാ മേഖലകളിലൂടെ തെന്നി നീങ്ങി മാറിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇത്രയൊക്കെ തെളിവുകൾ കൊടുത്തിട്ടും ശാസ്ത്രലോകം അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് പുച്ഛിച്ച് തള്ളി. കാരണം അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നില്ല, ഒരു മെറ്റീരിയോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ടായിരുന്നില്ല.
അതായത് എങ്ങനെയാണ് കട്ടിയുള്ള വൻകരകൾ അതിലും കട്ടിയുള്ള സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ തെന്നി നീങ്ങുന്നത്? ആ ചോദ്യത്തിന് മുന്നിൽ അന്ന് അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ്റായ ആശയം തന്നെ അങ്ങനെ ശാസ്ത്രത്തിൻ്റെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒതുങ്ങിപ്പോകുകയുണ്ടായി. പക്ഷേ ആൽഫ്രഡ് വെഗ്നറിന് നീതി കിട്ടാൻ പിന്നെയും ഏകദേശം അരനൂറ്റാണ്ടോളം കാത്തിരിക്കേണ്ടി വന്നു. തമാശ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തിയറിയിലെ ഏറ്റവും വലിയ ഓട്ടയായിട്ടുള്ള എല്ലാവരും കണ്ട ആ ഒരു സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഉത്തരത്തിനുള്ള താക്കോൽ കിട്ടിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോണാർ ഉപയോഗിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ട് ഭൂപടമാക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചു. അപ്പോഴാണ് ശാസ്ത്രജ്ഞർ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം കണ്ടെത്തുന്നത്. കടലിൻ്റെ അടിഭാഗം പരന്ന ഒരു പ്രദേശമല്ല, മറിച്ച് കരയിലേതുപോലെ തന്നെ മലകളും താഴ്വാരങ്ങളും ഒക്കെ അവിടെയുണ്ട്. കൂട്ടത്തിൽ ലോകം മുഴുവൻ ഒരു തുന്നൽ പോലെ നീണ്ടുകിടക്കുന്ന ഒരു ഭീമൻ പർവ്വതനിരയും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇതിനെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് വിളിച്ചു. തുടർന്ന് നടന്ന പല പഠനങ്ങളിൽ ഈ പർവ്വതനിരകൾ ഒരു സാധാരണ പർവ്വതനിരയല്ല എന്നും ഇവിടെ നിരന്തരം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് മാൻഡിലിൽ നിന്ന് പുതിയ സമുദ്രോപരിതലം അഥവാ ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും കണ്ടെത്തി. സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന ഈ ഒരു പ്രതിഭാസമായിരുന്നു വെഗ്നറിൻ്റെ പസിലിലെ കാണാതായിപ്പോയ കഷ്ണം. അതായത് പർവ്വതനിരകളുടെ നടുവിൽ പുതിയ പുറന്തോടുണ്ടാവുകയും അത് ഇരുവശങ്ങളിലേക്കും പഴയതിനെ തള്ളി നീക്കുകയും ചെയ്യുന്നു എന്ന് സാരം. ഒരു വലിയ കൺവെയർ ബെൽറ്റ് പോലെ. അപ്പോൾ ഈ വൻകരകൾ കടലിൻ്റെ അടിത്തട്ട് തുരന്ന് മുന്നോട്ട് പോവുകയായിരുന്നില്ല, മറിച്ച് ചലിക്കുന്ന ഈ കടലിൻ്റെ അടിത്തട്ടിൽ മുകളിലിരുന്ന് വെറുതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുകയായിരുന്നു. ഇതിന് മറ്റൊരു കിടിലൻ തെളിവും കൂടിയുണ്ട്. നമ്മുടെ ഭൂമിയുടെ കാന്തിക ക്ഷേത്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇടയ്ക്കിടെ ദിശ മാറ്റാറുണ്ട്. ഈ പർവ്വതനിരകളിൽ നിന്നും പുറത്തു വരുന്ന ലാവ തണുത്തുറയുമ്പോൾ അതിൻ്റെ ഇരുമ്പടങ്ങിയ ധാതുക്കൾ അന്നത്തെ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് ദിശ തിരിഞ്ഞ് ഉറച്ചു പോകുന്നതായി കാണാം. അങ്ങനെ ശാസ്ത്രജ്ഞർ കടലിൻ്റെ അടിത്തട്ട് അഗാധമായി പരിശോധിക്കുമ്പോൾ പർവ്വതനിരകളുടെ ഇരുവശത്തും ഒരേപോലെയുള്ള തലതിരിഞ്ഞതും നേരായതുമായിട്ടുള്ള കാന്തിക വരകളുള്ള, അതായത് മാഗ്നറ്റിക് സ്ട്രിപ്സ് ഉള്ള ഒരു ബാർകോഡ് തന്നെ കണ്ടെത്തി. അങ്ങനെ വെഗ്നറുടെ വിഡ്ഢിത്തം ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നായി മാറി. ഇങ്ങനെ പുതിയ പുറന്തോടുണ്ടാകുമ്പോൾ പഴയതിന് എന്ത് സംഭവിക്കും? കാരണം ഭൂമി വലുതാകുന്നില്ലല്ലോ. സംഗതി ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം പുതിയതുണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പഴയത് നശിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളും ഉണ്ടാകണം. അതാണ് കൺവർജൻ്റ് ബൗണ്ടറീസ്. അതായത് ഈ പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയാൻ പറ്റും. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നത് കൂട്ടിയിടിക്കുന്നത് ഏതൊക്കെ പ്ലേറ്റുകളാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇതിൽ സാന്ദ്രത കൂടിയ ഒരു ഓഷ്യാനിക് പ്ലേറ്റ് സാന്ദ്രത കുറഞ്ഞ ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഭാരം കൂടിയ ഓഷ്യാനിക് പ്ലേറ്റ് മറ്റേതിൻ്റെ അടിയിലേക്ക് ഊളിയിട്ടിറങ്ങും. ഈ പ്രോസസ്സിനെയാണ് സബ്ഡക്ഷൻ എന്ന് പൊതുവെ വിളിക്കാറുള്ളത്. അങ്ങനെ താഴേക്ക് പോകുന്ന പ്ലേറ്റ് മാൻഡിലിൻ്റെ ചൂടിൽ ഉരുകി മാഗ്മയായിട്ട് മാറും. ഈ മാഗ്മ മുകളിലേക്ക് വന്ന് വൻകരയുടെ അരികിലായിട്ട് ഒരു നിര അഗ്നിപർവ്വതങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങും. പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശം സത്യത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കൂട്ടിയിടിക്കുന്നത് രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളാണെങ്കിലോ? രണ്ടിനും സാന്ദ്രത പൊതുവേ കുറവായതുകൊണ്ട് ആരും താഴേക്ക് പോകാൻ കൂട്ടാക്കില്ല. പകരം അവ തമ്മിലിടിച്ച് ഞെരിഞ്ഞമർന്ന് മുകളിലേക്ക് വളർന്ന് ഭീമാകാരന്മാരായിട്ടുള്ള പർവ്വതനിരകളായി മാറും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ പർവ്വതനിര ഉണ്ടായത് ഇങ്ങനെ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഏഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിച്ചുകൊണ്ടാണ്. ആ കൂട്ടിയിടി ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഹിമാലയം ഇപ്പോഴും ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പൊതുവെ പറയാറുള്ളത്. ഈ നിർമ്മാണത്തിൻ്റെയും നശീകരണത്തിൻ്റെയും ഡെപ്ത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമ്മളീ നിൽക്കുന്ന മണ്ണില്ലേ, ഈ പാറകൾ, അത് ഒരു കാലത്ത് മറ്റെന്തൊക്കെയോ ആയിരുന്നു. നമ്മുടെ ഭൂമിയിലെ പാറകൾ ഒരു സൈക്കിളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. മാഗ്മ തണുത്തുറഞ്ഞ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നുണ്ട്. കാലക്രമേണ കാറ്റും മഴയും കൊണ്ട് ഈ പാറകൾ പൊടിഞ്ഞ് മണ്ണായി പുഴകളിലൂടെയും മറ്റും ഒലിച്ച് കടലിലോ തടാകങ്ങളിലോ ഒക്കെ തന്നെ അടിഞ്ഞുകൂടി അവസാദ ശിലകൾ അഥവാ സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുന്നുണ്ട്. ഈ അവസാദ ശിലകളാണ് പിന്നീട് ഫോസിലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ ശിലകൾ ടെക്ടോണിക് പ്രവർത്തനങ്ങൾ കാരണം ഭൂമിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കനത്ത ചൂടും മർദ്ദവും കാരണം അവയ്ക്ക് രൂപമാറ്റം സംഭവിച്ച് മെറ്റമോർഫിക് റോക്സ് അഥവാ കായാന്തരിക ശിലകളായിട്ട് മാറുന്നു. ഇനിയും ചൂടും മർദ്ദവും കൂടിയാൽ ഈ കായാന്തരിക ശിലകൾ ഉരുകി വീണ്ടും മാഗ്മയായി മാറും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ വൻകരകളുടെ യാത്ര വളരെ പതുക്കെയാണ്.
അതായത് നമ്മുടെ കയ്യിലെ നഖമില്ലേ, ഈ നഖം വളരുന്ന അതേ മന്ദമായ വേഗതയിലാണ്, അതായത് വർഷത്തിൽ ഏകദേശം ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രമാണ് ഇത് അകലുക. സോ നമുക്കത് അറിയാൻ പോലും പറ്റില്ല. പക്ഷേ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ ചലനങ്ങൾ പോലും ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ദൂരങ്ങളാണ്. കാരണം അത്രത്തോളം ചരിത്രമുണ്ട് ഭൂമിക്ക്. ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് സമുദ്രം ഓരോ വർഷവും വെറും 2.5 സെൻറ്റിമീറ്റർ വീതം മാത്രമാണ് വികസിക്കുക. അതായത് നമ്മുടെ ജീവിത കാലയളവിൽ ഏകദേശം ഒരു 2 മീറ്ററോളം അത് വലുതാകും. ഭൂമിയുടെ ചരിത്രത്തിൽ ലോക ഭൂപടം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. വൻകരകൾ പലപ്പോഴായി ഒന്നിച്ചു ചേർന്ന് സൂപ്പർ കോണ്ടിനെൻറ്റുകളാവുകയും പിന്നീട് വീണ്ടും വേർപെടുകയും ചെയ്യാറുണ്ട്. പാൻജിയ അതിലൊരു അവസാനത്തെ ഉദാഹരണം മാത്രമാണ്. ഇതിനു മുമ്പ് റൊഡീനിയ, കൊളംബിയ എന്നൊക്കെ പേരുള്ള സൂപ്പർ കോണ്ടിനെൻറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് തെളിവുകളുണ്ട്. തീർന്നില്ല, ഈ മഹാചക്രം ഇനിയും തുടരും. ഇന്നത്തെ പ്ലേറ്റുകളുടെ ചലനം വെച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞർക്ക് സിമുലേഷനിലൂടെയും മറ്റും പ്രവചിക്കാൻ പറ്റും. ഒരു സാധ്യത പാൻജിയ പ്രോക്സിമ എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻറ്റ് രൂപപ്പെടുമെന്നാണ്. അതനുസരിച്ച് അറ്റ്ലാന്റിക് സമുദ്രം വികസിക്കുന്നത് നിർത്തി പതിയെ അടയാൻ തുടങ്ങും. അമേരിക്കൻ വൻകരകൾ വീണ്ടും ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലേക്ക് വന്നിടിക്കാൻ തുടങ്ങും. ആ കൂട്ടിയിടിയിൽ ഹിമാലയത്തെ വെല്ലുന്നൊരു വലിയ പുതിയ പർവ്വതനിര രൂപപ്പെടുകയും അറ്റ്ലാന്റിക് സമുദ്രം ഇല്ലാതാവുകയും ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലം വളരെ വിശാലമായിട്ടുള്ള ഒരു മരുഭൂമിയായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് പസഫിക് സമുദ്രം ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു മെഗാ സമുദ്രമായി മാറും. ഇത് രസകരമായിട്ടൊരു ഭൂമിശാസ്ത്ര കൗതുകം മാത്രമല്ല, ഇത് ഭൂമിയിലെ ജീവൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പുതിയ സൂപ്പർ കോണ്ടിനെൻ്റ് ഉണ്ടാകുന്നത് നമ്മുടെ കാലാവസ്ഥയെയും സമുദ്രജല പ്രവാഹങ്ങളെയും കരയുടെയും കടലിൻ്റെയും സ്പ്രെഡിങ്ങിനെയും ഒക്കെ തകിടം മറിക്കും. പാൻജിമ പ്രോക്സിയുടെ ഉൾഭാഗം കഠിനമായ ചൂടും തണുപ്പുമുള്ള വാസയോഗ്യമല്ലാത്തൊരു മരുഭൂമിയായി മാറാനാണ് സാധ്യത. വൻകരകൾ കൂട്ടിയിടിക്കുന്നത് ഭീകരമായിട്ടുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് കാരണമാവുകയും അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ഹരിതഗൃഹവാതകങ്ങൾ എമിറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇതൊരുപക്ഷെ ആഗോളതാപനത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് സൂപ്പർ കോണ്ടിനെൻറ്റുകൾ രൂപപ്പെട്ട കാലഘട്ടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള എക്സ്റ്റിങ്ഷനുകൾ, വംശനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഭൂമി ചെറുതായിട്ടൊന്ന് വിറയ്ക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, അത് വെറും ഒരു പ്രകൃതി ദുരന്തമല്ല. നമ്മുടെ ഈ ലോകത്തെ ഓരോ നിമിഷവും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഭീമാകാരമായിട്ടുള്ള ശക്തികളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണത്. നിങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ചലനമില്ലാത്തൊരു കാര്യമല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കഥയാണ്. നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഉരുകിയ പാറക്കടലിൽ ഒഴുകി നടക്കുന്ന ഒരു ഭീമൻ ചങ്ങാടത്തിലെ യാത്രക്കാരാണ്. നമ്മുടെ അവസാനത്തെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സോ ഈ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തെ രൂപപ്പെടുത്തുന്ന പലതരത്തിലുള്ള നേച്ചറിൻ്റെ ഫോഴ്സുകളെക്കുറിച്ചാണ് ആലോചിച്ച് അത്ഭുതപ്പെടുക. ഇതിനൊക്കെ മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് തിരിച്ചറിയും. ഒരു 25 കോടി വർഷം കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമോ? നമ്മുടെ പിൻതലമുറക്കാർ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഒരു പുതിയ സൂപ്പർ കോണ്ടിനെൻറ്റിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഒരു പുതിയ ആകാശത്തിന് താഴെ അപരിചിതമായൊരു മഹാസമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവുമോ? ആ ഉത്തരം വൻകരകളെ പോലെ തന്നെ ഇപ്പോഴും ചലനത്തിലാണ്. ഓരോ വർഷവും ഓരോ സെൻറ്റിമീറ്റർ വീതം ആ കഥ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് സാരം. സോ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ലിങ്ക് താഴെയുണ്ട്. JR ഫാക്ടേഴ്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ